വേനൽ കടുക്കും മുമ്പ് കരിഞ്ഞുണങ്ങുകയാണ് വയനാട് പുൽപ്പള്ളിയിലെ മുള്ളൻകൊല്ലി. കാർഷിക വിളകളെ വരൾച്ച സാരമായി ബാധിച്ചിട്ടുണ്ട്. പല ജലസേചന പദ്ധതികളും പ്രാവർത്തികമാകാത്തതാണ് വരൾച്ച പിടിമുറുക്കാൻ കാരണമെന്ന് ആരോപണം ഉയരുന്നു. കബനിയൊഴുകുന്ന പുൽപ്പള്ളി കബനിഗിരിയിലാണ് ഞാനുള്ളത്. വേനൽ എത്തിയിട്ടില്ല. അതിനു മുമ്പേ മുള്ളൻകൊല്ലി പ്രദേശത്തെ തോട്ടങ്ങൾ കരിഞ്ഞു തുടങ്ങി. ഞാൻ ഇപ്പോഴുള്ളത് രാജൻ എന്ന കർഷകന്റെ കുരുമുളക് തോട്ടത്തിലാണ്. മുള്ളൻകൊല്ലി പഞ്ചായത്ത് ജലസമൃദ്ധമാണെങ്കിൽ പോലും ഇവിടെ കർഷകരെ സഹായിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല. ഇഷ്ടം പോലെ ജലമുണ്ടെങ്കിലും വേണ്ട തടയണകൾ കെട്ടാനോ നിലവിലുള്ള തടയണകൾക്ക് ചേർപ്പ് നിർമ്മിച്ചുകൊണ്ട് കർഷകർക്ക് ജലം വിനിയോഗിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായ വസ്തുതയാണ്. കുരുമുളക് ചെടികൾ കരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇനി മറ്റു വിളകളുടെ അവസ്ഥയും ഇതുതന്നെയാകും. അതിന് അധിക സമയം വേണ്ടിവരില്ല. നെൽവയലുകൾ വിണ്ടു തുടങ്ങിയിട്ടുണ്ട്. മുള്ളൻകൊല്ലിയിൽ പലയിടത്തും. കബനിയുടെ കർണാടകയുടെ ഭാഗത്ത് പച്ചപ്പ് പടരുമ്പോൾ ഇപ്പുറം വരൾച്ചയുടെ പിടിയിലാണ്. കബനിയിലെ ജലസംരക്ഷണത്തിന് നടപടിയില്ലെന്നാണ് പരാതി. ഇവിടേക്കുള്ള കൈവഴികളായ കടമാൻതോടും മുന്തളിത്തോടും കന്നാരമ്പുഴയും ജലസേചനത്തിനായി സജ്ജമാക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഇതാണ് വരൾച്ചയുടെ ആക്കത്തിന് കാരണമെന്ന് നാട്ടുകാർ. കൊളവള്ളി പോലുള്ള പ്രദേശത്ത് നിന്ന് തൊട്ട് അക്കരെ നോക്കുമ്പോൾ അത് പച്ചപ്പായി നിൽക്കുകയും തൊട്ടിക്കരെ നോക്കുമ്പോൾ വളരെ വരണ്ടു നിൽക്കുന്ന ഒരു കാലാവസ്ഥയുള്ളത്. കാരണം ഒരു പുഴയുടെ 100 മീറ്ററിനപ്പുറത്ത് നല്ല പച്ചപ്പും ഈ 100 മീറ്റർ ഇപ്പുറത്ത് വളരെ വലിയ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാർഷിക മേഖല നിലനിൽക്കുന്നു. ഒപ്പം തന്നെ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് നിലവിലുള്ളത്. വയനാടിൻ്റെ കാലാവസ്ഥാ മാറ്റം ഏറ്റവും പ്രകടമാകുന്ന ഇടമാണ് പുൽപ്പള്ളി മേഖല. കൃത്യമായ ജലസംരക്ഷണ പ്രവർത്തനങ്ങളില്ലാത്ത പക്ഷം കൊടിയ വരൾച്ചയുടെ പിടിയിലാകും ഈ നാട്. സംവിധാനങ്ങളുടെ ഇടപെടൽ തേടുകയാണ് നാട്ടുകാർ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.